ഹിജ്റ 1044 യമനിലെ അലവി കുടുംബത്തിലൊരു കുഞ്ഞ് പിറന്നു. അർദ്ധരാത്രിയായിട്ടും ഈ കുഞ്ഞുറങ്ങണില്ല. കുരാകുരുട്ടിലും കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കാണ്. മാതാപിതാക്കളാകെ പരിഭ്രാന്തരായിപ്പോയി. നേരം വെളുക്കുവോളം ഈ കുഞ്ഞ് കരഞ്ഞിരുന്നു. പ്രഭാതമായപ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും നിശബ്ദരാക്കി കളഞ്ഞു. കാരണം കുഞ്ഞിന് പൊതിഞ്ഞ തുണിയിൽ ഒരു വലിയ തേളുണ്ടായിരുന്നു. ശരീരത്തിന്റെ തലങ്ങും വിലങ്ങും കടിയേറ്റിട്ടുണ്ട്. 17ഓളം കടികളേറ്റത് കൊണ്ട് തന്നെ കുട്ടിയുടെ ശരീരം ചുവന്നു തൊടുത്തിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഇത് കാരണം കുട്ടിക്കൊരു പ്രശ്നവും പിന്നീട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ലായിരുന്നു. 4-ാം വയസ്സിൽ തന്നെ വസൂരി ബാധിച്ചു. പിന്നീട് അന്ധനായി മാറി. പുറംകാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അള്ളാഹു ഉൾക്കാഴ്ച വളരെ വിശാലമായി തന്നെ നൽകിയിരുന്നു. കാരണം ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി ഇബാദത്തിലായി ജീവിതം കഴിച്ചുകൂട്ടി. നിസ്കരിക്കാൻ പ്രവേശിച്ചാൽ 200ഓളം റക്അത്ത് വരെ നീളുമായിരുന്നു. പിന്നീട് വലിയ പണ്ഡിതനായി മാറി. ഹദ്ദാദ് റാത്തീബ് രചിച്ചു. ആ മഹാമനീഷിയായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു.